ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീരീസിലെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള 3 എപ്പിസോഡുകളുടെ ലിങ്ക് ഞാനിവിടെ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോണിറ്റൈസേഷനെ പറ്റിയാണ്. ഈ യൂട്യൂബ് മോണിറ്റൈസേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് പല രീതിയിലുള്ള ഡൗട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് മോണിറ്റൈസേഷൻ പറ്റി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനെല്ലാത്തിനും നമ്മൾ റിപ്ലൈ തരുന്നതാണ്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു ചാനലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ ഈ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് 1 വർഷങ്ങൾക്ക് ശേഷമാണ് ചാനൽ മോണിറ്റൈസ് ആയത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ ആഡ്സെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ തന്നെ എനിക്കൊരു വർഷത്തോളം എടുത്തു. കാരണം ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നോക്കി, ഒരുപാട് ബ്ലോഗ്സ് നോക്കി, യൂട്യൂബിനെ കോൺടാക്ട് ചെയ്തു, ഒരു തരത്തിലുള്ള റിപ്ലൈ ഇല്ലായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ തന്നെ അത് പരിഹരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ യൂട്യൂബിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, എവിടെ നോക്കിയാലും നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള റെമഡി എങ്ങും കിട്ടില്ല. ഇനി ആരെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരം ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മോണിറ്റൈസേഷൻ എന്ന് പറയാം. നമ്മൾ യൂട്യൂബിലെ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മൾക്ക് പരസ്യങ്ങൾ തരും യൂട്യൂബ്. ആ ഒരു പരസ്യങ്ങളുടെ വരുമാനമാണ് നമ്മൾക്ക് യൂട്യൂബ് വരുമാനം എന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പരസ്യങ്ങൾ യൂട്യൂബിന് കൊടുക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് കൊടുക്കുന്ന ആ ഒരു ഫീച്ചറിനെ പറയുന്ന പേരാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഇനേബിൾ ആവണമെങ്കിലുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈമും 1 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു മെയിൻ ഡൗട്ട് എല്ലാവർക്കും കിടക്കുന്നത്. അതായത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും യൂട്യൂബിലൊരു അനലിറ്റിക്സ് എന്ന് പറയുന്ന ടാബ് അറിയാം. ആ ഒരു ടാബിൽ പോയിട്ട് നമ്മൾ വാച്ച് ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവുക. അവിടെ പോയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് 365 ഡേയ്സ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. സിൻസ് പബ്ലിഷ്ഡ്, പിന്നെ ലാസ്റ്റ് 28 ഡേയ്സ് എന്നും പറഞ്ഞൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഫിൽറ്ററിൽ പോയിട്ട് ലാസ്റ്റ് 365 ഡേയ്സ് നോക്കുക. അവിടെ നിങ്ങൾക്ക് 2,40,000 മിനിറ്റ് എപ്പോഴാകുന്നോ അപ്പോഴാണ് ഈ 2,40,000 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 മണിക്കൂറാണ്. അത് എപ്പോഴാവുന്നോ അപ്പോഴാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യേണ്ടത്. അത് പുതിയ യൂട്യൂബേഴ്സാണ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ടാബിൽ വരും മോണിറ്റൈസേഷൻ. നിങ്ങൾ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കത്തില്ല. നിങ്ങളത് ഗൂഗിൾ ക്രോം വഴി യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ആ ഒരു മോണിറ്റൈസേഷൻ ടാബിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ആഡ്സെൻസുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത് കൊടുക്കണം. ഈ ആഡ്സെൻസുമായിട്ട് റിലേറ്റ് ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. സോ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുമ്പായാലും യൂട്യൂബിലോ ആരെങ്കിലും അറിയാവുന്നവരോടൊന്നും ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആഡ്സെൻസ് ബ്ലോക്ക് ആവാനും യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ലാസ്റ്റ് 365 ഡേയ്സിലാണ് നമുക്ക് 4000 മണിക്കൂർ വാച്ച് ടൈം വേണ്ടത്. അതിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായാൽ തന്നെ നമ്മൾക്ക് ആ ഒരു വാച്ച് ടൈമൊക്കെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. സോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ റിവ്യൂവിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ക്ലെയിമോ നിങ്ങളുടെ ചാനലുണ്ടെങ്കിൽ നിങ്ങളത് റിമൂവ് ആയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു 90 ദിവസമാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം റിവ്യൂവിന് അപ്ലൈ ചെയ്യുക. കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ക്ലെയിംസ് റിമൂവ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പബ്ലിക് വാച്ച് ടൈമാണ് കൗണ്ട് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ വീഡിയോസിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ആ വീഡിയോസിലുള്ള വാച്ച് ടൈം ഒരിക്കലും യൂട്യൂബ് മോണിറ്റൈസേഷനിൽ കൗണ്ട് ചെയ്യത്തില്ല. പക്ഷേ നിങ്ങളുടെ അനലറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. സോ അതുകൂടെ ശ്രദ്ധിക്കുക. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കോപ്പിറൈറ്റ് ക്ലെയിമും ഉള്ള വീഡിയോസിന് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നല്ല, മോണിറ്റൈസേഷൻ കിട്ടും. പക്ഷേ നിങ്ങളുടെ ചാനലിൻ്റെ റിവ്യൂ വളരെയധികം ലേറ്റ് ആവും. ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടുന്നത്. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് യൂട്യൂബ് ചാനൽസാണ് അറ്റ് എ ടൈം റിവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവരാദ്യം ചെയ്യുന്നത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത യൂട്യൂബേഴ്സിന് ആദ്യം മോണിറ്റൈസേഷൻ എനേബിളായി കൊടുത്തിട്ട് നമ്മളുടെ ചാനൽ ബാക്കിലേക്ക് പുഷ് ചെയ്യാം. അങ്ങനെ നമ്മൾ റിവ്യൂ വളരെയധികം താമസിക്കും. മോണിറ്റൈസേഷൻ വളരെ പെതുക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ക്ലിക്ക് ബെയ്റ്റ് കണ്ടൻസ്. നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലിക്ക് ബെയ്റ്റ് കണ്ടൻസ് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ ഒന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പം യൂട്യൂബിൻ്റെ പോളിസീസ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ക്ലിക്ക് ബെയ്റ്റ് കണ്ടൻസ് നിങ്ങൾ ചാനൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തംബ്നെയിൽസ് റിമൂവ് ചെയ്യുക, ആ ഒരു ടൈറ്റിൽസ് റിമൂവ് ചെയ്യുക. അതിന് ശേഷം മാത്രം നിങ്ങൾ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.